ഹലോ ആൾ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാൻവ. ക്യാൻവ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്, ആസ് വെൽ ആസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ വെബ് ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ആൻഡ് വാട്ട്സ് ദ പർപ്പസ് ഓഫ് ക്യാൻവ? It's a web application or a mobile application that help to collaborate and create amazing graphic design. ഫോട്ടോഷോപ്പ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും വളരെ നന്നായി ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ക്യാൻവ. നമുക്ക് ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ്സ് ഡിസൈൻ ചെയ്യാം, ഈവൻ പവർ പോയിന്റ് പ്രസന്റേഷൻസ്, ടീച്ചേഴ്സിന് വേണ്ട ഇൻഫോഗ്രാഫിക്സ്, അതുപോലെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വേണ്ട തംബ്നെയിൽസ്, ചാനൽ ആർട്സ് എല്ലാം ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ക്യാൻവ. ഒരു ക്യാൻവ ആപ്ലിക്കേഷൻ ഒരു ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ യൂസ് ചെയ്യാൻ canva.com എന്ന് പറഞ്ഞ സൈറ്റ് വിസിറ്റ് ചെയ്യാം. സോ ഇനീഷ്യലി നമുക്ക് ചിലപ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഞാനിത് ലോഗിൻ ആണ്, ഇനീഷ്യലി ലോഗിൻ ചെയ്യേണ്ടി വരും എന്നല്ല, ചെയ്യണം. ഞാൻ ലോഗിൻ ആണ്. സാധാരണ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതോടെ തന്നെയാണ് ക്യാൻവ വെബ്സൈറ്റിലും നമ്മൾ ലോഗിൻ ചെയ്യാം. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഹോം പേജ് വരിക. കുറേ റെക്കമെൻഡേഷൻസ് ക്യാൻവ തന്നെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ക്യാൻവയിലെ എന്തൊക്കെ ടെംപ്ലേറ്റ്സ് ആണുള്ളതെന്ന് ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ കാണാൻ പറ്റും. ദർ ആർ മെനി സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റ്സ്, Instagram stories, post, Facebook covers, Twitter posts, Pinterest pins, അതുപോലെ പേഴ്സണൽ ഇൻവിറ്റേഷൻസ്, കാർഡ്സ്, റെസ്യൂംസ്, പോസ്റ്റ് കാർഡ്സ്, ഇതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തും ഡിസൈൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാം ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലതെല്ലാം പേ ചെയ്തില്ലെങ്കിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു വാട്ടർ മാർക്ക് ബാക്കില്, അല്ലെങ്കിൽ ഒരു വാട്ടർ മാർക്ക് ആ ഒരു ടെംപ്ലേറ്റിന്റെ കൂടെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേ അല്ലാതെ തന്നെ ഒത്തിരി ഫ്രീ ടെംപ്ലേറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐദർ യു ക്യാൻ ചൂസ് എ ഫ്രീ ടെംപ്ലേറ്റ്സ് ഓർ വാട്ടർമാർക്ക് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഗോ ഫോർ വാട്ടർമാർക്ക് 1. ഇതിൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. അതുപോലെ തന്നെ പ്രസന്റേഷൻസ്, പിന്നെ ഇൻഫോഗ്രാഫിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സിനെല്ലാം ഇൻഫോഗ്രാഫിക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദെൻ നമുക്ക് ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യാൻ, ബ്രോഷേഴ്സിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ക്യാൻവ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇതിലെ എല്ലാം കൂടി എല്ലാത്തിനും ബേസിക്സ് മാത്രമാണ് പറയുന്നത്. ബാക്കി ആരും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ട്രൈ ആൻഡ് ലേൺ. First thing, lesson plan. One of the best template provided by, like a template set provided by Canva is lesson plans. Your option click ചെയ്താൽ amazing templates are provided by Canva for preparing lesson plans for teachers. ഇവര് കുറേ ടെംപ്ലേറ്റ്സ് ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Teachers can choose whatever they want. Suppose if I choose this one, 2019 lesson plan. യൂസ് ദിസ് ടെംപ്ലേറ്റ്. വൺസ് ഇത് വരുമ്പോൾ ഗ്രിഡ് അല്ലെങ്കിൽ ലേഔട്ട് ഇങ്ങനെയായിരിക്കും എന്നാണ് അവർ കാണിക്കുന്നത്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ വിൽ ഗോ ടു ദ ഡിസൈനിങ് പേജ്. ഈ ഡിസൈനിങ് പേജും അത്ര ടഫ് ഒന്നും അല്ല. വൺസ് ഒരു കാര്യം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പഠിച്ചാൽ ഇതിൽ ഏത് canva.com എന്ന സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ടെംപ്ലേറ്റ്സും നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ഇതിൽ എന്തും എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ 2019 പകരം 2020 ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ഈസിലി എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഇതിലെ അവര് ബൈ ഡിഫോൾട്ട് തരുന്ന എന്ത് ടെക്സ്റ്റും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഫർദർ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് മാത്രമല്ല, ഇത് വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോണ്ട് മാറ്റാം. കണ്ടോ, സെറ്റ് ഓഫ് ഫോണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. ദെൻ കളർ, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ബോൾഡ് ആക്കണോ, ബോൾഡ് ആക്കാൻ മീൻസ് കളർ ചൂസ് ചെയ്യാം.
ദെൻ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം, ഇറ്റാലിക്സ് ആക്കാം, അലൈൻമെന്റ് ചെയ്യാം, ദെൻ ബുള്ളറ്റ്സ് വേണമെങ്കിൽ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാം ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വേർഡിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് അപ്ലോഡ്സ് ചെയ്യാം. അപ്ലോഡ്സിന്റെ ഹെൽപ്പോടെ ഇമേജസ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ദെൻ ഫോട്ടോസ്, സെറ്റ് ഓഫ് ഫോട്ടോസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ഓഫ് ഫോട്ടോസിൽ നിന്ന് ചൂസ് ചെയ്യാം. കണ്ടോ, പിന്നെ ഏതാണ് ഫ്രീ ഏതാണ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ആ ഫോട്ടോയുടെ മേലെ ഒന്ന് മൗസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ദെൻ എലമെന്റ്സ് ആഡ് ചെയ്യാം. എലമെന്റ്സ് വെച്ച് ഉദ്ദേശിക്കുന്നത് ഷേപ്സ്, അതേപോലെ ഇതുപോലെ കുറെ ഐക്കൺസ്, ഫ്രെയിംസ്, ദെൻ സ്റ്റിക്കേഴ്സ്, ഇതിനൊക്കെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു കിൻഡർ ഗാർഡൻ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അട്രാക്റ്റീവ് ആക്കാൻ. ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന കേസാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ദെൻ നമുക്ക് അല്ലാതെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ ടെക്സ്റ്റിൽ തന്നെ കണ്ടോ പല ഓപ്ഷൻസ് ഉണ്ട്. ഹെഡിങ്ങോ സബ് ഹെഡിങ്ങോ ലിറ്റിൽ ബിറ്റ് ഓഫ് ടെക്സ്റ്റോ, ഇങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് യു ക്യാൻ ചേഞ്ച്. ഇങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊരു നിർബന്ധമില്ല. ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മുടെ ടെംപ്ലേറ്റിന്റെയും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് എല്ലാ ഓപ്ഷൻസും ഈ ഒരു സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസൈസ് പോലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം they will ask for either you can go for free trial, try it free for 30 days പറയുന്നു. അല്ലാത്ത സിറ്റുവേഷനിൽ യു മേ നീഡ് ടു പേ. ബട്ട് അല്ലാതെ ബേസിക് ആയിട്ടുള്ളത് എല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ലെസൺ പ്ലാന്റെ കേസിൽ. ഞാൻ വേറൊരു ടെക്സ്റ്റ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് കൂടാതെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ആഡ് ചെയ്ത ടെക്സ്റ്റിനെ എങ്ങോട്ട് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഈ ടെക്സ്റ്റും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതുപോലെ ദിസ് ഈസ് ലെസൺ 1, ഇങ്ങനെ എന്ത് നോട്ട്സും ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബുള്ളറ്റ്സ് ആക്കാം, ഇതിന്റെ ഫോണ്ട് സൈസോ ടെക്സ്റ്റോ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ വൺസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ പേ ആൻഡ് ഡൗൺലോഡ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഡൗൺലോഡ് എ ഫ്രീ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ്. ഇപ്പൊ ഇവിടെ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ് മീൻസ് ക്യാൻവ എന്നൊരു വാട്ടർമാർക്ക് ഈ ഒരു ടെംപ്ലേറ്റിന്റെ കൂടെ ഉണ്ടാകുന്നേ ഉള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ഡൗൺലോഡ്, അല്ലെങ്കിൽ ഹൗ ടു പേ ആൻഡ് ഡൗൺലോഡ്. വാട്ടർമാർക്ക് വേണ്ടെങ്കിൽ യു നീഡ് ടു പേ ആൻഡ് ഡൗൺലോഡ്. ഇപ്പൊ ഇത് ലെസൺ പ്ലാനിനെ കുറിച്ച്. ലെസൺ പ്ലാന്റെ ടെംപ്ലേറ്റ് മാത്രമല്ല, ഒത്തിരി ടെംപ്ലേറ്റ്സ് വേറെയും ഉണ്ട്. ദെൻ ഒരു ബ്രോഷർ ഡിസൈൻ ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യുക. സോ ബ്രോഷേഴ്സ് ചൂസ് ചെയ്യാം. മാർക്കറ്റിംഗിലാണ് ബ്രോഷേഴ്സ് വരുന്നത്. ബ്രോഷേഴ്സിന്റെ തന്നെ ഒരുപാട് കളക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ തീമിനെ ബേസ് ചെയ്ത് ബ്രോഷേഴ്സ് സെലക്ട് ചെയ്യാം. അഗെയിൻ യൂസ് ദസ് ടെംപ്ലേറ്റ് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് ഡിസൈനിങ് വിൻഡോയിലോട്ട് തന്നെയാണ് അപ്പോഴും വരുന്നത്. ബ്രോഷേഴ്സിൽ പലപ്പോഴും നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ രജിസ്റ്റർ നൗ എന്നൊക്കെ ക്ലിക്ക് ചെയ്താൽ, സപ്പോസ് ഇവിടെ ഇതിന് പകരം രജിസ്റ്റർ ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ഗൂഗിൾ ഫോമിലേക്കോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ട ഓപ്ഷൻ ഞാനൊന്ന് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുതരാം. അതിനുവേണ്ടി ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഈ 3 ഡോട്ട്സ് മോർ, ഈ മെനു ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ വേർഡ് ഷുഡ് ബി ട്രാവേഴ്സ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോട്ട് പോകണോ ഒരു ഗൂഗിൾ ഫോമിലോട്ട് പോകണോ അതിന്റെ ലിങ്ക് ആണ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൺസ് പേസ്റ്റ് ചെയ്ത് അപ്ലൈ കൊടുത്താൽ, ഞാനിവിടൊന്നും പേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പേസ്റ്റ് ചെയ്ത് അപ്ലൈ കൊടുത്താൽ ദിസ് വിൽ ആക്ട് ആസ് എ ഹൈപ്പർ ലിങ്ക്. ആ ഒരു ടെക്സ്റ്റ് ഹൈപ്പർ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ അർത്ഥം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
യൂസേഴ്സിന് ഇതൊരു ബ്രോഷറാണ്, ഒരു PDF ഫയൽ ആണെങ്കിൽ പോലും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. ഇത് ഗൂഗിൾ ഫോമിലോട്ടോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോട്ടോ ഒക്കെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് ബ്രോഷേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈ ഹൈപ്പർ ലിങ്ക്സ് വേണ്ടി വരിക. അതുപോലെ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു ടെംപ്ലേറ്റ് ആണ് ഇൻഫോഗ്രാഫിക്സ്. ഇതും വളരെ യൂസ്ഫുൾ ആണ്. ചില കോൺസെപ്റ്റ്സ് എല്ലാം ഇൻഫോഗ്രാഫിക്സിന്റെ ഹെൽപ്പോടെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. മാനേജ്മെന്റ് സൈഡിലൊക്കെയുള്ള ടീച്ചേഴ്സ്, അതുപോലെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ്, ലാംഗ്വേജ് ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഇൻഫോഗ്രാഫിക്സ്. ഇപ്പൊ ഇൻഫോഗ്രാഫിക്സിൽ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം, യൂസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക, എഡിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഏതിലും ചെയ്യേണ്ട സ്റ്റെപ്സ് എത്രയേ ഉള്ളൂ. ചൂസ് ദ ടെംപ്ലേറ്റ്, യൂസ് ഇറ്റ്, ഗോ ആൻഡ് എഡിറ്റ്. കണ്ടോ, എഡ്യൂക്കേറ്റ് കിഡ്സ് എന്ന ടെംപ്ലേറ്റ്. നമുക്ക് ഇവിടെ എന്തിനും ഇപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ മൂവ് ചെയ്യാം, സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിന്റെ മുഴുവൻ ടെക്സ്റ്റ് മാറ്റി വേറെ ടെക്സ്റ്റ്, വേറെ ഹെഡിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അവരൊരു ബേസിക് ടെംപ്ലേറ്റ് തരുന്നു, ആ ടെംപ്ലേറ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും വേണമെങ്കിൽ ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്യാം. ആ ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ മോർ എന്ന ഓപ്ഷനിലാണ് ഉള്ളതെന്ന് മാത്രം. ഈ ഒരു സിമ്പിളാണ് ലിങ്ക് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാവുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ഒന്നാണ് ക്ലാസ് ഷെഡ്യൂൾസ്. വേണമെങ്കിൽ കോർഡിനേറ്റേഴ്സിനൊക്കെ ക്ലാസ് ഷെഡ്യൂൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേർഡിലൊക്കെ പോയി ഇൻസേർട്ട് ടേബിൾ എന്ന ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാൻവയിൽ പോവാം, ഇതുപോലൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം, യൂസ് ദിസ് ടെംപ്ലേറ്റ്, ഗോ ആൻഡ് എഡിറ്റ്. കണ്ടോ, നമ്മുടെ പണിയൊക്കെ എത്ര ഈസിയാണ്. ഇതുപോലെ ഒത്തിരി ഫ്രീ ടെംപ്ലേറ്റ്സിന് ഉപരി അവരൊരു ബേസിക് ടെംപ്ലേറ്റ് തരുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് canva.com എന്ന് പറഞ്ഞ സൈറ്റ്. ദെൻ സ്റ്റോറി ബോർഡ്സ്, സർട്ടിഫിക്കറ്റ്സ് ഡിസൈൻ ചെയ്യണമെങ്കിലും ഫോട്ടോഷോപ്പ് ഒന്നും ഇനി അറിയണം എന്നില്ല. കുറേ ബേസിക് ടെംപ്ലേറ്റ്സ് അവർ തരുന്നുണ്ട്. ആ ടെംപ്ലേറ്റ്സിൽ ഒന്ന് ചൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഈസി. ഇതുപോലെ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം, യൂസ് ദിസ് ടെംപ്ലേറ്റ്. അവിടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത ആള് എന്തൊക്കെയോ കുറെ ടൈറ്റിലൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി നമ്മളുടേതായി കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ. ദെൻ ഗോ ഫോർ ദിസ് ഡൗൺലോഡ്. സോ ദിസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനിങ് ഫ്രീ ആപ്ലിക്കേഷൻ ദാറ്റ് യു ക്യാൻ യൂസ്. എസ്പെഷ്യലി ടീച്ചേഴ്സിന് പറ്റുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ ഒത്തിരി ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് canva.com. പ്രസന്റേഷൻസ്, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രസന്റേഷൻസിന്റെ ടെംപ്ലേറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു സ്ലൈഡ് മാത്രമല്ല, n നമ്പർ ഓഫ് സ്ലൈഡ്സ്, 16 സ്ലൈഡ്സോളം പലതും നമ്മൾ ചൂസ് ചെയ്താൽ ഈ ഒരു പ്രസന്റേഷൻ ആണ് എനിക്ക് വേണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക, യൂസ് ദിസ് ടെംപ്ലേറ്റ്. അപ്പൊ കണ്ടോ, അവര് ഒരു 1 സ്ലൈഡിന് വേണ്ടതല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാം n നമ്പർ ഓഫ് പേജസിന് വേണ്ട ബേസിക് ടെംപ്ലേറ്റ് അവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേ വേണ്ടു. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർപോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഈ canva.com എന്ന സൈറ്റ് ഹെൽപ്പ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ PDF ആയിട്ടാണ് കിട്ടുക. ദെൻ ഗോ ടു ഐ ലവ് PDF അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവേർട്ടർ സൈറ്റിലോട്ട് പോയി PDF-ൽ നിന്ന് പവർപോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. ഓക്കെ, സോ explore canva.com and design graphic your own without depending anyone else. I hope all will try Canva application. Thank you for watching.